സ്വാർത്ഥതകൾ മറ്റുള്ളവരുടെ കണ്ണുനീരുകൾക്ക് കാരണമാകുന്നു. ഹെറോദേസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാർത്ഥതകളാണ് ഇത്രയും ശിശുക്കൾ മരിക്കാൻ കാരണം. ഞാൻ മാത്രമേ ഒരു രാജാവ് ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊരു രാജാവ് ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ മനസ്സിലുണ്ടായ സ്വാർത്ഥത കൊണ്ടാണ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ആളയച്ചത്. ഇതുപോലെ തന്നെ എന്നേക്കാൾ മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ തോന്നുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നേക്കാൾ പേരും പ്രശസ്തിയും ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മളും ഈ ഹെറോദോസിനെ പോലെ ഇറങ്ങുന്നവരാണോ എന്ന് ചിന്തിച്ചു നോക്കാം. സ്വാർത്ഥതകളാണ് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നത്. അവൻ്റെ ഉള്ളിൽ ആ സ്വാർത്ഥത കടന്നു വരുമ്പോൾ അവനെ തന്നെ നശിപ്പിക്കുന്നു. അവനായിരിക്കുന്ന മേഖല മുഴുവൻ നശിപ്പിക്കും. സമാധാനം നഷ്ടപ്പെടും, കുടുംബത്തിന്റെ സന്തോഷം വരെ നഷ്ടപ്പെടും. ചെറിയ ചെറിയ സ്വാർത്ഥതകളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് വലിയ വലിയ പിണക്കങ്ങളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കാത്ത കുടുംബ ബന്ധങ്ങളായിട്ട് മാറുന്നു. എന്നിൽ ഒരു ഹെറോദോസ് കുടികൊള്ളുന്നുണ്ടോ? ഇറക്കി വിടേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ വിടുക. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാനം.